ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ പോകണം. ബൈ. അതാണ് നമ്മുടെ മഴ ശ്രദ്ധിച്ചു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ ബെല്ലൈക്കൺ ഉണ്ട്, അത് ഇടിച്ച് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നുള്ള ഒരു വെറൈറ്റി അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാ തവണയും പറയുന്ന പോലെയല്ല, ശരിക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറേ പെറ്റ്സ് ആനിമൽസിനൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. സോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഹൈലൈറ്റ് മാളിൽ 2-ാം തീയതി മുതൽ 4-ാം തീയതി വരെ ഒരു എക്സ്പോ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് പല ടൈപ്പ് ഈ പറഞ്ഞ പോലെ ബേർഡ്സ്, പെറ്റ്സ്, ഇഗ്വാനാസ്, എക്സോട്ടിക് പെറ്റ്സ്, ഡോഗ്സ്, ക്യാറ്റ്, അങ്ങനെ പല സംഭവങ്ങളും നമ്മളവിടെ പല ഫാമുകാരും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ പോയപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, നിങ്ങൾക്കൊന്ന് കാണിക്കണം തോന്നി നമ്മൾ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അവിടെ ഫാമിൽ പോയ സമയത്ത് നമ്മളൊരു തവണ വിങ്സ് ഓഫ് ലവ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയ ആ V1 ബേർഡ് ഫാമിൽ അഫ്സൽ ഖാനെ എല്ലാവരും നമ്മൾ കണ്ടു. നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. നിങ്ങൾക്ക് ഇൻ കേസ് അതിലെ ഏതെങ്കിലും ബേർഡ്സിനെ അറിയണം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോയിൽ അതിൻ്റെ കാർഡും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് പോസ് അടിച്ചിട്ട് ജസ്റ്റ് ആ വീഡിയോ കാണുക, മീൻസ് അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഹലോ
ഓക്കെ, നമ്മളപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ വിങ്സ് ഓഫ് ലവ് എന്നുള്ള ഒരു സീസണിൽ അതേ ഫാം V1 ബേർഡ് ഫാമിലെ അഫ്സൽക്കാണിത്. നമുക്ക് ഇക്കേനോട് ഡീറ്റെയിൽസ് ചോദിക്കാം. അപ്പോൾ അഫ്സൽക്ക നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പോകുന്നു? കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്നലെ തുടങ്ങിയതാണ്. ബേഡ്സിനെ ഈ മാളിൻ്റെ ഉള്ളിൽ ഇൻഡോറായിട്ട് നടക്കുന്ന ഒരു എക്സ്പോ ഇത് ആദ്യമാണെന്നാണ് എൻ്റെ ഒരു അതുമല്ല നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട്. അതായത് നല്ല വെറൈറ്റി കളക്ഷൻസ് ഇതിൽ മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതായത് എവിടെയും കാണാത്ത കൂടുതലും റെയർ ആയിട്ടുള്ള ബേഡ്സുകൾ, നമ്മൾ പൊതുവെ കാണുന്ന ബേഡ്സിനെ അല്ല, നമ്മളിവിടെ ജസ്റ്റ് ഒരു ലവ് ബേർഡ് ആണെങ്കിൽ നമ്മൾ ഷോ ബേഡ്സിനെ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് ഫാക്ടറി സൺകുഞ്ഞൂർ ഇതൊക്കെ വളരെ ഹൈപ്പർ റെഡ് അവിടെ കിടപ്പുണ്ടല്ലേ? അതെ അതെ അതെ, റെഡ് ഫാക്ടറി സൺകുഞ്ഞൂർ ഇന്ന് കേരളത്തിൽ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കൊക്കറ്റോ, പിന്നെ അതുപോലെ ഗ്രീൻ വിങ് മെക്കാവോ ഉണ്ട്, പിന്നെ ബ്ലൂ ആൻഡ് ഗോൾഡ് ഉണ്ട്, പിന്നെ ഗ്രേ പാരറ്റ് ഫുള്ളി ടേംഡ് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഫാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ബേഡ്സിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ നമുക്ക് ശരിക്കും കുറെ ബേഡ്സിന്റെ ഹാൻഡ് ഫീഡിങ് കുഞ്ഞുങ്ങളെ കാണാമല്ലോ. ഇതൊക്കെ ശരിക്കും സെയിലിനല്ലേ? അതെ അതെ അതെ, നമ്മൾ ഫാമിംഗ് ആകുമ്പോൾ നമ്മൾ ഇത് ബ്രീഡ് എടുക്കുന്നതാണ് എന്നുള്ളത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ശരിക്കും അഫ്സൽക്കയുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും. പിന്നെ കാർഡ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ അഫ്സൽക്കനെ കോൺടാക്ട് ചെയ്യാം. അതായത് ഒരു ഓവർ ലേറ്റ് നൈറ്റ് ആയിട്ട് കോൾ ചെയ്യാതിരിക്കുക പൊതുവെ, അല്ലേ? അതെ അതെ, ഒരു 7 മണി ആ ഒരു ടൈമിന് മുന്നേ എല്ലാവരും ഒന്ന് കോൾ ചെയ്ത്. അതെ, ഒന്നും ഉണ്ടായിട്ടില്ല. കണ്ടിന്യൂ കോൾ ഇങ്ങനെ വന്നിട്ട് നമ്മളെല്ലാവർക്കും മറുപടി കൊടുത്തിട്ട് നമ്മളുടെ ഒരു അവസ്ഥ ശരിയാ, അതുകൊണ്ടാണ്, വേറെ ബുദ്ധിമുട്ടൊന്നും. നമുക്കിപ്പോൾ ശരിക്കും എല്ലാം ബേഡ്സിന്റെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഫുഡ് കാര്യങ്ങളെല്ലാം എല്ലാം നമ്മൾ ഇവിടെ തന്നെ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ സീഡുകളും അവർക്ക് കൊടുക്കുന്ന ഓരോ അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ നല്ല പാത്രങ്ങളും ഫുഡിന്റെ ഫീഡിംഗ് ബോട്ടിലുകളും എല്ലാം നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും നമുക്ക് സെയിലിനല്ലേ കിട്ടില്ലേ? എല്ലാം കിട്ടും. എല്ലാം നമ്മൾ അതിന്റെ സാമ്പിൾസ് വെച്ചിട്ട് ജസ്റ്റ് എക്സ്പോ ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വെച്ചതാണ് എല്ലാ സാധനങ്ങളും. അതിന്റെ ഈ പെറ്റ്സിന്റെ ഇതിലേക്ക് ആളുകൾ ഇത് കണ്ടിട്ട് അട്രാക്റ്റീവ് ആയിട്ട് വരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇത്ര തന്നതിന് എല്ലാ ഡീറ്റെയിൽസും തന്നതിന് വളരെ നന്ദി. നമ്മൾ ബാക്കിയുള്ള കാര്യം പറയാം. ഞാൻ എപ്പോഴോ വിചാരിച്ചിട്ടുണ്ട് 2 കിട്ടിയില്ല. ശരിക്കും ബ്രീഡിംഗ് ബോക്സ് അല്ലേ ഇത്? അത് ഫിഞ്ചസിന്റെ അല്ലേ? ഇത് കാനറി, ഇത് പ്രാവിന്റെ ആണ്. പിന്നെ ഇത് ഫിഞ്ചസിന്റെ ആണ്. പിന്നെ അത് കാനറിയുടെ ബ്രീഡിങ്ങിന്റെ ഇതാണ്. അത്യാവശ്യം വേണ്ട സപ്ലിമെന്റ്സ് അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ ഇത് വാം ഔട്ട് ജെൽ വേംസിന് കൊടുക്കുന്ന മെഡിസിനാണ്. ഇത് കൂടുതൽ എഫക്റ്റീവ് ആണ്. പെർച്ചാണ്. ഇത് പെർച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നഖത്തിന്റെ ആ ഷാർപ്നെസ് കുറയാൻ വേണ്ടി. ഇത് ശരിക്കും അധികം പെറ്റ് ഷോപ്പിലൊന്നും കാണാനില്ലാത്ത ഒരു സാധനമാണ്, കുറവാണ് പൊതുവെ. ഇത് മൈറ്റ്സിനുള്ള സ്പ്രേ ആണിത്. ഞാൻ പറഞ്ഞ A to Z എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ? അതേപോലെ പിന്നെ അത് ബേർഡിനെ പിടിക്കാനുള്ള സെറ്റപ്പ് ആണ്. അതെ അതെ അതെ, ഇത് ബേർഡിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബേർഡിന് ദഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വല്ല സംഗതി ഉണ്ടെങ്കിൽ ആപ്പിൾ സൈഡർ വിനെഗർ ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻസും പ്രോട്ടീൻ പൗഡറുകളും കെയറിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ? എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫീഡേഴ്സും ഉണ്ട് തോന്നുന്നില്ല അത്യാവശ്യം. ഇത് ഓട്ടോമാറ്റിക് ഫീഡർ അല്ലേ? അല്ല, അതെ, ഓട്ടോമാറ്റിക് ഫീഡറാണ്. പിന്നെ അതുപോലെ തന്നെ പെല്ലറ്റ്, റൗഡി ഫിഷിന്റെ പെല്ലറ്റ് നമ്മൾ ആണല്ലേ? എല്ലാം ചെയ്യുന്നുണ്ടല്ലേ?